ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലവിതരണത്തിനുള്ള ഉടമ്പടിയാണിത്. 1960 സെപ്റ്റംബർ 19 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും ചേർന്ന് ഒപ്പുവെച്ചതാണിത്. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള കരാർ. ഈ ഉടമ്പടി പ്രകാരം കൂടുതൽ നേട്ടം പാകിസ്ഥാനാണ്. 70% വെള്ളം പാകിസ്ഥാനാണ്. ബിയാസ്, രവി, സത്ലജ് നദികളുടെ വെള്ളത്തിന്റെ നിയന്ത്രണം ഇന്ത്യക്ക്. സിന്ധു, ചെനാബ്, ഝലം എന്നിവയുടെ വെള്ളത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാൻ. ജലസേചനം, വൈദ്യുതി ഉൽപാദനം, സംഭരണം എന്നിവയ്ക്കായി നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കാം. ഈ പ്രദേശത്ത് ഏതെങ്കിലും നിർമ്മാണ പദ്ധതികളെക്കുറിച്ച് ഇരു കക്ഷികളും പരസ്പരം അറിയിക്കണം. അത്തരം ജോലികളെക്കുറിച്ചുള്ള ഡാറ്റയും നൽകണം. നേരത്തെ പല തർക്കങ്ങൾ ഉണ്ടായപ്പോഴും സിന്ധു നദീജല കരാർ തൊട്ടിരുന്നില്ല. 1965 യുദ്ധകാലത്തും ജലവിതരണം തടസ്സപ്പെട്ടില്ല. തർക്കങ്ങൾ ഉണ്ടായാൽ പരിഹരിക്കാൻ പ്രത്യേക കമ്മീഷനും ആർബിട്രേഷൻ കോടതിയുമുണ്ട്. കരാർ പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് രേഖാമൂലം ആവശ്യപ്പെട്ടു.